പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നമുക്കൊരു കടം കിടപ്പുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ കടം വീട്ടി 20-ൽ 20 അടിച്ചിട്ട് അല്ല ഇത് അതിലെ ഷോയൊക്കെ കാണിച്ചു നടക്കുന്ന ആ സംഘടനയല്ല. കൈരളിക്കാര കാട്ടാനയുടെ ഏത് കുട്ടിയാന ഏത് കാട്ടിൽ പോയി രക്ഷപ്പെട്ടാലും വിജയന്റെ കുട്ടി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ആവേശത്തോടു കൂടിയിട്ടാണ് സമരാഗ്നി ഇക്കണ്ട ജില്ലകളെല്ലാം പിന്നിട്ട് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയ്ക്ക് പുറത്തുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നമുക്കൊരു കടം കിടപ്പുണ്ട്. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ കടം വീട്ടി 20-ൽ 20 അടിച്ചിട്ട് ആലപ്പുഴയിലെ ഈ സമരാഗ്നിയുടെ പോരാട്ടം നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ആ വാക്ക് അല്ലേ 20-ൽ 20 നേടില്ലേ? ആലപ്പുഴ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കില്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ആ പ്രഖ്യാപനം, ആ ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമരാഗ്നി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ പ്രത്യേകമായി പറയേണ്ടുന്ന കാര്യമില്ല. ഒരു ദിവസം ജീവിതം തുടങ്ങി വൈകുന്നേരം രാത്രി കിടക്കാൻ ഉറങ്ങാൻ പോകുന്നത് വരെ ഒരു സാധാരണ മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും ഉത്തരവാദികളായ 2 സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ തീനാളമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തയച്ചത് എങ്കിൽ അത് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ ആ തിരുനാളം ഒരു കാട്ടുതീയായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെയും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെയും ചുട്ടു ചാമ്പലാക്കുവാൻ പര്യാപ്തമായ ജനകീയ രോക്ഷമായി, ജനകീയ പ്രതിഷേധമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ സംസാരിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാന രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അടുപ്പിച്ച് 3 ദിവസം വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ദിവസം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും വന്ന പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. SFIO അല്ല ഇത് അതിലെ ഷോയൊക്കെ കാണിച്ചു നടക്കുന്ന ആ സംഘടനയല്ല. SFIO എന്താണ്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഈ രാജ്യത്തെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും വേണ്ടി ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംവിധാനമാണ് SFIO. ആ SFIOയുടെ ഒരു വളരെ വിചിത്രമായ ഉത്തരവ് കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടി കണ്ട ഒരു ഓർഡർ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു. എന്താ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉത്തരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ മകൾ കുറ്റാരോപിതയായി നിൽക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ SFIOക്കാർ പുറത്തുവിട്ടു. അപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പുള്ളിയുടെ പതിവ് ഏർപ്പാടാ. എന്തെങ്കിലും ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് പിന്നെ പഴഞ്ചൊല്ലുകളുടെ ബഹളമാണല്ലോ അല്ലേ? ആദ്യം പറഞ്ഞു എൻ്റെ മടിയില് കനവില്ല, മടിയിൽ കനവില്ലെന്ന് പറഞ്ഞു. മടിയിൽ കനവില്ലെന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതിക്കൊന്ന് എഴുന്നേക്കാൻ പോലും വയ്യ. അമ്മാതിരി വെയിറ്റ മടിയിലിരിക്കുന്ന അഴിമതിയുടെ വലിയ ഭാരം, വലിയ ബാധ്യത മടിയിലിരിക്കുമ്പോൾ ഈ ചങ്ങാതിക്ക് കാലനക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴും ചങ്ങാതി പറയുകയാണ് മടിയിൽ കനവില്ല. പിന്നെ പറയുന്നത് എന്താ? ഈ കൈകൾ എന്താണ്? ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ ശുദ്ധമാണ്. കൈ അങ്ങോട്ട് പൊക്കുമ്പോഴത്തേക്കിന് അഴിമതി കൊണ്ട് നാറുകയാ, ആളുകൾ മൂക്ക് പൊത്തുക. അപ്പോൾ ഈ ചങ്ങാതി പറയുന്നത് എന്താ? എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന സാഹചര്യം. അപ്പൊ ഇങ്ങനെ നാട്ടിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർണാടകയിൽ ആരോരും അറിയാതെ മുഖ്യമന്ത്രിയുടെ മകൾ പോയിട്ട് കോടതിയിൽ പറഞ്ഞു SFIOയുടെ അന്വേഷണം നിർത്തിവെക്കണം പറഞ്ഞു. കോടതി പറഞ്ഞു നടക്കത്തില്ല. അപ്പൊ നോക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത, ഇവിടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇരിപ്പുണ്ട്. ഏഷ്യാനെറ്റ് ഇരിപ്പുണ്ട്, മനോരമ ഇരിപ്പുണ്ട്, മാതൃഭൂമി ഇരിപ്പുണ്ട്, റിപ്പോർട്ടർ ഇരിപ്പുണ്ട്, 24 റിപ്പോർട്ട് ഒന്നും വേണ്ട, എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ ഈ ചാനലുകളിലെല്ലാം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കുമ്പോൾ വലിയ വാർത്ത, വീണയ്ക്ക് രക്ഷയില്ല, വീണയ്ക്ക് രക്ഷയില്ല, വീണയ്ക്ക് രക്ഷയില്ല. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും പ്രധാനപ്പെട്ട സ്ക്രോൾ ന്യൂസ് പോവുകയാണ്, വീണയ്ക്ക് രക്ഷയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് വെറുതെ കൈരളി ഒന്ന് വെച്ച് നോക്കി. ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നത് നോക്കാം. കൈരളിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ നോക്കുമ്പോൾ കൈരളിക്കകത്ത് സ്ക്രോൾ ന്യൂസ് പോവുകയാണ്, കാട്ടാനയുടെ കുട്ടിയാന കാട്ടിൽ കയറി രക്ഷപ്പെട്ടു. ബാക്കി എല്ലാ ചാനലുകളിലും വാർത്ത എന്താ? വീണയ്ക്ക് രക്ഷയില്ല.
കൈരളിയിലെ മാത്രം വാർത്ത, കാട്ടാനയുടെ കുട്ടിയാന കാട്ടിൽ കയറി രക്ഷപ്പെട്ടു. എന്താ സംഭവം? വയനാട്ടിൽ ഒരു കുട്ടിയാന കാട്ടിൽ പോയി രക്ഷപ്പെട്ടതിനെ പറ്റിയാണ് കൈരളി വാർത്ത കൊടുക്കുന്നത്. പ്രിയപ്പെട്ട കൈരളിക്കാരാ, കാട്ടാനയുടെ കുട്ടിയാന ഏത് കാട്ടിൽ പോയി രക്ഷപ്പെട്ടാലും വിജയന്റെ കുട്ടി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സമരാഗ്നിയുമായിട്ട് പോകുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസത്തെ വാർത്ത എന്താ? ഏറെ ബഹുമാനായ ആലപ്പുഴ ജില്ലയുടെ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗം, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം ലിജു ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിന്റെ തൊട്ട് തലേ ദിവസത്തെ വാർത്ത എന്തായിരുന്നു? സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി ഐറ്റങ്ങളുടെ വില കൂട്ടി. അപ്പൊ ഇനിയിപ്പോ ഉള്ളൊരു പ്രത്യേകത, നമ്മൾ ഈ ആലപ്പുഴയിൽ പോയിട്ട് ഏതെങ്കിലും ചായക്കട, ചെറിയ ചായക്കട കയറിയിട്ട് 10 രൂപ മുടക്കിയിട്ട് ഉഴുന്നുവട ചോദിച്ചാൽ കടക്കാർ ഉഴുന്നുവട തരത്തില്ല. പകരം എന്ത് തരും? ഉഴുന്നുവള തരും. വട തരാൻ കഴിയില്ല. കാരണം എന്താ? ഉഴുന്നിന്റെ വില കൂട്ടി. ഉഴുന്നിന്റെ വില ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുക. അപ്പൊ ഇനി കടക്കാരൻ എന്താ ചെയ്യാൻ പറ്റുക? വില കൂട്ടാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ? തുളയുടെ വലിപ്പം വലുതാക്കാം. അപ്പൊ ഉഴുന്നുവട എന്തായി മാറും? ഉഴുന്നുവളയായി മാറും. അപ്പൊ ഉഴുന്നിന് വില കൂട്ടി, കടലയ്ക്ക് വില കൂട്ടി, അരിക്ക് വില കൂട്ടി, ചെറുപയറിന് വില കൂട്ടി. അങ്ങനെ സബ്സിഡി ഐറ്റം ഉള്ള 13 സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ഈ വിലക്കയറ്റം ഉണ്ടാകുന്ന ദിവസം മലപ്പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മലപ്പുറത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ നേരം ഞാൻ പറഞ്ഞു, വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റം കാരണം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ മണ്ണായി കേരളം മാറിയിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് താഴോട്ടിറങ്ങി വരാൻ നേരം ഇതുപോലെ ചേട്ടൻ നിൽക്കുക, കോൺഗ്രസ്സുകാരനായ ചേട്ടൻ. പുള്ളി എന്നോട് പറഞ്ഞു, ഈ വിലക്കയറ്റം നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ നീരസം തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരനായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങളെ ബാധിക്കാത്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അതുകൊണ്ടല്ല, സാധനങ്ങളുടെ വിലക്കയറ്റം ബാധിക്കണമെങ്കിൽ ആദ്യം സപ്ലൈകോയിൽ സാധനം വേണ്ടേ? സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല. ഒരു സാധനവും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ നാട്ടിൽ എന്ത് വിലക്കയറ്റം ഉണ്ടായാലും ഞങ്ങളെ ബാധിക്കില്ല. ഇപ്പോൾ ഉഴുന്ന്, സബ്സിഡി ഉഴുന്ന് സപ്ലൈകോയിൽ ഉണ്ടെങ്കിലല്ലേ ഉഴുന്നിന്റെ വിലക്കയറ്റം ബാധിക്കത്തുള്ളൂ. അപ്പം ഞങ്ങളെ ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ എല്ലാ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ എനിക്ക് അന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ദേശാഭിമാനി, അതിൻ്റെ പത്രക്കാരനും ഇവിടെ കാണും, കാരണം ദേശാഭിമാനിയുടെ ലേഖനം ഇവിടെ ഇരിപ്പുണ്ട്. ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നന്ദി പറഞ്ഞു കഴിയുമ്പം ശൂന്യമായ കുറച്ച് കസേരകൾ കാണും. അത് കാണിച്ചിട്ട് ഈ സമരാഗ്നി ആലപ്പുഴയിൽ പരാജയം എന്ന വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയുടെ ലേഖകനും ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തെ നമ്മൾ സാന്ദർഭികമായി സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. പോട്ടെ. അപ്പോൾ ദേശാഭിമാനിയിൽ കുറച്ച് നാൾ മുമ്പ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വന്നൊരു വാർത്ത, അതിൻ്റെ ഒരു കട്ടിങ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു. അപ്പോൾ അതിനകത്ത് വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, എല്ലാവരും ഇട്ടു, ബലറാമേട്ടനൊക്കെ ഇട്ടു, എല്ലാവരും ഇട്ടു. എന്താ വാർത്ത? ഇനി ഇവിടെ വില കൂടില്ല, ദേശാഭിമാനിയുടെ വാർത്ത. അപ്പോൾ താഴെ പിണറായി വിജയൻ്റെ പടമുണ്ട്, ഇപ്പുറത്ത് ഇടതുവശത്ത് പിണറായി വിജയൻ്റെ പടം, വലതുവശത്ത് കുറേ സാധനങ്ങളുടെ പേരിൽ ലിസ്റ്റ് എഴുതിയേക്കാണ്. അരി, ഉഴുന്ന്, പയറ്, തൊമര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുടെ പേര്. എന്താ സംഭവിച്ചത്? ഇനി വില കൂടില്ല എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി വില കൂടില്ല എന്ന് എഴുതി വെച്ച ഈ ദേശാഭിമാനിയുടെ വില 1.25 രൂപ കൂടി. ഏത്? ഇനിയും വില കൂടില്ല എന്ന് എഴുതി വെച്ച ദേശാഭിമാനിയുടെ വില 1.25 രൂപ കൂടി. ഇതാണ് അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഇത് പിന്നെന്താ ഈ വാർത്ത ഇങ്ങനെ വ്യാജ വാർത്ത വന്നു? ദേശാഭിമാനിയിൽ വ്യാജ വാർത്ത വന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. ആ പത്രം ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വ്യാജ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തി, അറിയത്തില്ലേ? ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തിയെ പറ്റി ഒരു വാർത്ത. ബഹുമാനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ, ഉജ്ജ്വല പ്രസംഗകൻ കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അബിൻ വർക്കി കോടിയാട്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്തു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല, ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനായിട്ടുണ്ട്. മറിയക്കുട്ടി ചേട്ടത്തി എന്തു പറഞ്ഞു? എനിക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞു. ന്യായമല്ലേ? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 തവണയിൽ കൂടുതൽ പെൻഷൻ കിട്ടിയ ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടോ? സത്യസന്ധമായിട്ട് കൈവക്കണുണ്ടോ? 6 മാസത്തിനിടയിൽ പെൻഷൻ കിട്ടിയ ആരെങ്കിലും കിട്ടുമോ? ഇല്ല, പെൻഷൻ കിട്ടുന്നില്ല. മറിയക്കുട്ടി ചേട്ടത്തി ഇത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ല. ഉടനെ ഈ ദേശാഭിമാനിക്കാരൻ എന്താ ചെയ്തെന്ന് അറിയാമോ? ഇടുക്കിയുടെ അവരുടെ ലേഖൻ എഴുതിയങ്ങ് വിടുക. എന്താ? മറിയക്കുട്ടി ചേട്ടത്തിയുടെ മൂത്ത മകൾ സ്വിറ്റ്സർലൻഡിലാണ്, രണ്ടാമത്തെ മകൾ അവൾ ഇംഗ്ലണ്ടിലാണ്. അവൾക്ക് അടിമാലിയിൽ മറിയക്കുട്ടി ചേട്ടത്തിയുടെ പേരിൽ ഒരു വലിയ ബംഗ്ലാവും 7 ഏക്കർ വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞു? മറിയക്കുട്ടി ചേട്ടത്തിയോട്. ദേശാഭിമാനിക്കാർ വിചാരിച്ചു ചേട്ടത്തി ഇതങ്ങ് പോട്ടെന്ന് നോക്കുന്നു. ചേട്ടത്തി വിളഞ്ഞ വിത്ത. ചേട്ടത്തി കൂടുതലൊന്നും ചെയ്തില്ല. നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, എന്താണ്
ആ 7 ഏക്കർ വസ്തു ആ ബംഗ്ലാവ് എൻ്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അതിങ്ങനെ എന്താ എൻ്റെ പ്രശ്നം തീർന്നു. ആ 7 ഏക്കർ വസ്തുവും ആ ബംഗ്ലാവും എനിക്ക് തന്ന പിന്നെ ഞാൻ പെൻഷൻ ചോദിക്കത്തില്ല, ഞാൻ ആളുകൾക്ക് പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലേജ് ഓഫീസർ പെട്ടുപോയി. 7 ഏക്കർ പോയിട്ട് 7 സെന്റ് ഇല്ല, 7 അടി മണ്ണില്ല ചേട്ടത്തിയുടെ പേരിൽ. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇവർക്ക് വസ്തു ഇല്ല, സാക്ഷ്യപ്പെടുത്തി കൊടുത്തു. നേരെ ചേട്ടത്തി ദേശാഭിമാനി പോയിട്ട് പറഞ്ഞു ഇതാണ്ടേ. അപ്പോൾ ദേശാഭിമാനിക്കാരൻ പറഞ്ഞു അത് ചെറിയൊരു പെശക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് മറിയക്കൂട്ട ചേട്ടത്തിയോട് മാപ്പ് പറഞ്ഞു തലയൂരി. ഞാൻ പറഞ്ഞത് പെൻഷൻ കിട്ടുന്നില്ല നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക്. അത് കഴിയുമ്പോൾ ഇവരെ കൊടുത്ത മറ്റൊരു വാർത്തകൾ ഓർക്കുന്നുണ്ടാകും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റി, അവിടെ CPM അനുഭാവിയായ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പ്രവാസി, അയാൾ അവിടെ ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി നാട്ടിൽ വന്നിട്ട് ഒരു ഓഡിറ്റോറിയം പണിയാൻ തീരുമാനിച്ചു. ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക റിജിൽ മാക്കുറ്റി ഇവിടെ ഇരിപ്പുണ്ട്. പ്രതിപക്ഷം പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഈ അപേക്ഷ എല്ലാം കൊടുത്തു, കെട്ടിടമെല്ലാം പണിഞ്ഞു, ലൈസൻസിന് വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു പൈസ കിട്ടാതെ ലൈസൻസ് തരത്തില്ല. ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ ഉടനെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? അത് സാജന്റെ മരണത്തിൽ ദുരൂഹത ചുരുളഴിയുന്നു, സാജന്റെ ഭാര്യയും ഡ്രൈവറും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഈ ആത്മഹത്യക്ക് കാരണം. ഉടനെ എഴുതി വെച്ചു. എന്തിനാ പറയും? നമ്മുടെ TP ചന്ദ്രശേഖരനെ ദാക്ഷണ്യമില്ലാതെ വെട്ടിയും കുത്തിയും 51 വെട്ടുവെട്ടി ആ മനുഷ്യനെ ക്രൂരമായി കൊല നടത്തിയിട്ട് ദേശാഭിമാനി എഴുതിയത് എന്താ? TP ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതമോ കൊലപാതകത്തിന് കാരണം. ദേശാഭിമാനിക്കാരുടെ വിചാരം നാട്ടിൽ കൊലപാതകം ഉണ്ടായാൽ വഴിവിട്ട സ്ത്രീകളുടെ ബന്ധമാണെന്ന്. സ്വന്തം അനുഭവമാണ് നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതെന്ന് ദേശാഭിമാനിയുടെ ലേഖകർ തെറ്റിദ്ധരിക്കുന്നതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധമാണ്. എന്താ? കുഞ്ഞനന്തൻ, ഞങ്ങളെല്ലാവരും പറഞ്ഞു കുഞ്ഞനന്തൻ ചത്തു എന്ന് പറഞ്ഞു. അപ്പോൾ CPM-ന്റെ വലിയ തരത്തിലുള്ള മോറൽ ഓഡിറ്റ്, മരിച്ചുപോയ ഒരാളെ പറ്റി ചത്തു എന്ന് പറയാൻ പാടുണ്ടോ? എടാ, ഈ മരിച്ചുപോയെന്ന് പറഞ്ഞ ആളാരാ? TP ചന്ദ്രശേഖരനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവിനെ മുഖത്ത് മാത്രം 51 വെട്ടുവെട്ടി കൊന്നവൻ, അവൻ മരിച്ചുപോയ ചത്തു എന്ന് തന്നെ പറയാനേ നമുക്ക് സൗകര്യപ്പെടത്തുള്ളൂ. അതിൻ്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയ ഓഡിറ്റിന് നമ്മൾ വിധേയരാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ദേശാഭിമാനിയിലാണ് വാർത്ത വന്നത്. ബാക്കി എല്ലാവരെയും പറ്റി വ്യാജ വാർത്ത കൊടുക്കുന്ന പോട്ടെ, സ്വന്തം സർക്കാരിനെ പറ്റി വ്യാജ വാർത്ത കൊടുക്കാൻ പാടുണ്ടോ? ഇനി വില കൂടില്ല എന്ന് എഴുതി വെച്ചിട്ട് എല്ലാത്തിനും വില കയറ്റാം. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരം ഞാൻ എൻ്റെ ഒരു CPM-കാരനായ സുഹൃത്തിനോട് ചോദിച്ചു ഇതെന്താ സംഭവം, ദേശാഭിമാനിയിൽ ഇങ്ങനെ വാർത്ത കിടക്കുന്നല്ലോ. അപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞത് അന്ന് ഈ വാർത്ത ഇറങ്ങുന്ന സമയത്ത് VV ദക്ഷിണാമൂർത്തിയാണ് ദേശാഭിമാനിയുടെ ചുമതല. ഈ ദക്ഷിണാമൂർത്തി പിണറായി വിജയൻ 2 തട്ട. അപ്പം നമ്മളെന്താ വിചാരിച്ച ഈ വാർത്ത കണ്ടപ്പോൾ? നമ്മൾ വിചാരിച്ചു ഇനി വില കൂടില്ലെന്ന് പറഞ്ഞപ്പോൾ പയറിനും പരിപ്പിനും ഉഴുന്നിനും ഒക്കെ വില കൂടില്ലെന്നാണ്. അല്ല, ദക്ഷിണാമൂർത്തി ഉദ്ദേശിച്ചത് ഇടതുവശത്തുള്ള പിണറായി വിജയന്റെ ചിത്രത്തെ പറ്റിയിട്ടാ. ഈ സാധനത്തിന് ഇനി വില കൂടില്ല എന്നാണ് ദേശാഭിമാനി എഴുതിയത്. കറക്റ്റാ. 7 കൊല്ലം കൊണ്ട് ഇത്രയേറെ വിലയിടിഞ്ഞൊരു സാധനം കേരളത്തിൽ വേറെയുണ്ടോ പിണറായി വിജയനെ പോലെ? ഞാൻ നേരത്തെയൊക്കെ ഈ ദേശാഭിമാനിക്കെതിരെ വല്ലാതെ സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പയിന് ശേഷം ഞാനിപ്പോൾ വല്ലാതെ സംസാരിക്കത്തില്ല. കാരണം ഇവിടെ അഭിനയിപ്പുണ്ട്, കഴിഞ്ഞ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റായ റിജിൽ മാക്കുറ്റിയൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ ഒരു സ്വകാര്യം പറയും, രഹസ്യമാണ്, ചാനലുകളൊക്കെ ഉണ്ടെന്നാലും പറയുക. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു പത്രമാണ് ദേശാഭിമാനി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ്? അപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ സമയത്ത് ഞങ്ങൾ ഈ യൂത്ത് കെയർ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം സംസ്ഥാന പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഈ യൂത്ത് കെയർ പ്രവർത്തനങ്ങളെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തണം. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്താ മാർഗം? അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് കുറേ കൂടെ ഫണ്ട് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കാരാ ഫണ്ട് തരിക? നമുക്കൊരു കർത്തയും പൈസ തരാനില്ല. നമുക്കാകെ കർത്താവിനോട് പ്രാർത്ഥിക്കാനെന്നല്ലാതെ ഒരു കർത്ത 5-ന്റെ പൈസ തരാൻ നമുക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പൈസ ഇട്ട ഒരു മാർഗം? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ന്യൂസ് പേപ്പർ ചലഞ്ച് തുടങ്ങാം. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, എന്താ പഴയ പത്രങ്ങൾ ശേഖരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, പഴയ പത്രങ്ങളുടെ വില തിരക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ എൻ്റെ നാട്ടിൽ പഴയ പത്രമൊക്കെ എടുക്കുന്ന ഒരു കട, പഴകുളം മോച്ചേട്ടനൊക്കെ അറിയാം, പഴയ പത്രമൊക്കെ എടുക്കുന്ന ഒരു ഈ പഴയ പത്രങ്ങളും ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്ന കട, അവിടുത്തെ ഒരു കൊച്ചാട്ടനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഈ പഴയ പത്രങ്ങൾക്ക് എങ്ങനെയാണ് വില? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് മനോരമയാണെങ്കിൽ, മാതൃഭൂമിയാണെങ്കിൽ, മംഗളമാണെങ്കിൽ, വീക്ഷണമാണെങ്കിൽ, ജനയുഗമാണെങ്കിൽ, ഹിന്ദുവാണെങ്കിൽ, ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ 1 കിലോയ്ക്ക് 25 രൂപ. ദേശാഭിമാനി ആണെങ്കിൽ 1 കിലോയ്ക്ക് 27 രൂപ. അപ്പം ഞാൻ പറഞ്ഞു അതൊരു തോന്നിവാസമാണല്ലോ. അപ്പം അവർക്ക് കാര്യം ശരി, അവർക്ക് ഗവൺമെൻറ് ഉണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അപ്പം ഞങ്ങളുടെ വീക്ഷണത്തിന് 25 രൂപ, അവരുടെ ദേശാഭിമാനിക്ക് 27 രൂപ. പോട്ടെ മനോരമ, മാതൃഭൂമി ഇതിനൊക്കെ 25 ഉള്ളൂ. ഇനി പോട്ടെ ഇംഗ്ലീഷ് പത്രമാണെങ്കിൽ ഹിന്ദുവിന് 25 ഉള്ളൂ.
ദേശാഭിമാനിക്ക് മാത്രം 27 എന്ന് പറഞ്ഞ് ഞാൻ തട്ടിക്കയറി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്നോട് നീ തട്ടിക്കയറാൻ വരണ്ട, ബാക്കി എല്ലാ പത്രവും ഞങ്ങളുടെ കിട്ടുമ്പോൾ ചുക്കി ചുളുങ്ങിയിരിക്കും. ദേശാഭിമാനി മാത്രമാണ് രാവിലെ വന്ന പരുവത്തിൽ ഇസ്തിരിയിട്ട മുണ്ടുപോലെ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒറ്റ പത്രമേ ഉള്ളൂ. കാരണം ദേശാഭിമാനി പത്രം തുറന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മളെല്ലാവരും ഇതുവരെ അക്ഷമരായി കാത്തിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘപരിവാറുകാരൻ ഫാഷിസത്തിന്റെ വാളുമായി ഇറങ്ങിയപ്പോ ആ വാളിനെ ജനകീയത കൊണ്ട് പ്രതിരോധിച്ച ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, NSUIയുടെ ചുമതല വഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ ശബ്ദം, ഉജ്ജ്വലനായ പോരാളി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ കനയ്യകുമാർ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ മനുഷ്യൻ ആലപ്പുഴ ജില്ലയിൽ നമ്മളോട് സംവദിക്കുവാൻ കടന്നു വരുന്നത് പോലും അതിശക്തമായ ഒരു പോരാട്ടമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ വർഗീയ ഫാഷിസത്തെ പരാജയപ്പെടുത്തുവാൻ, ഈ രാജ്യത്തെ വർഗ ഫാഷിസത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ ബഹുമാന്യനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നു പോകുമ്പോ ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ നാവായി, ഈ രാജ്യത്ത് മതേതര ശക്തിയുടെ, ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളുടെ ഏറ്റവും വലിയ വക്താവായി കടന്നു വന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ കനയ്യകുമാറിനെ ആലപ്പുഴയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, കേരളത്തിലെ മതേതര സമൂഹത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പോരാട്ടം, ഈ സമരാഗ്നിയുടെ തേരും തെളിച്ചുകൊണ്ട് പ്രിയങ്കരനായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ കേരളത്തിന്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവും ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരാൻ പോവുകയാണ്. പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നമ്മളോട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ആലപ്പുഴ കൊടുക്കുന്ന വാക്ക്, ചങ്കിൽ തട്ടിക്കൊടുക്കുന്ന വാക്ക്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന വാക്ക്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംഭവിച്ച പരാജയത്തിന് കണക്ക് തീർത്ത് 2020 അടിക്കുമ്പോ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്ന മണ്ഡലമായി ആലപ്പുഴ മണ്ഡലം മാറുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യദാർഢ്യം